അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ബൊഗെൻവില്ല ഗാർഡൻ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചിട്ടാണ്. എൻ്റെ ഗാർഡനിൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ബൊഗെൻവില്ല തന്നെയാണ് കേട്ടോ. നമ്മളെ വീട് എത്ര ചെറുതാണെങ്കിലും എങ്ങനെയുള്ളതാണെങ്കിലും ആ വീടിൻ്റെ മുറ്റം ഭംഗിയാക്കുന്നത് പൂക്കൾ തന്നെയാണ് അല്ലേ. വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബൊഗെൻവില്ലയിൽ നമുക്ക് നിറച്ചും പൂക്കളാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ബൊഗെൻവില്ല കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 3-4 വർഷമേ ആവുന്നുള്ളൂ. ആദ്യമൊക്കെ എൻ്റെ അടുത്ത് 2-3 നാടൻ വെറൈറ്റികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെയാണ് ഞാൻ ഇങ്ങനെ ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ, തായ്ലൻഡ് വെറൈറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഹൈബ്രിഡ് ഐറ്റംസ് നമ്മളെ സാധാ വെറൈറ്റി പോലെയല്ല, കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പം എന്താ പറയുക, എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങാനൊന്നും എന്തായാലും എല്ലാവർക്കും പറ്റണമെന്നില്ല. ഞാനതുപോലെ തന്നെ ഓരോന്ന് അങ്ങനെ കളക്ട് ചെയ്താണ് ഇത്രയെങ്കിലും ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഉള്ള വെറൈറ്റികളൊക്കെ ഒന്ന് കാണിക്കാം. ഇത് സൺറൈസ് വൈറ്റാണ്. വൈറ്റ് എപ്പോഴും എനിക്ക് അട്രാക്റ്റീവാണ് കേട്ടോ. വൈറ്റിൻ്റെ കൂടെ ഏത് കളർ പ്ലാന്റ് വെച്ചാലും അടിപൊളിയാണ്. ഇത് മൾട്ടി ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഈ പ്ലാന്റിൽ തന്നെ 2 കളറ് ഉണ്ട്. സൺറൈസ് വൈറ്റിൻ്റെ കൂടെ ഫ്ലെയിം റെഡും കൂടിയും വരുന്നതാണ്. ഇതിൽ ഫ്ലെയിം റെഡ് ബ്ലൂമിങ് ആയി വരുന്നേ ഉള്ളൂ. ഇത് ഞാൻ വാങ്ങുന്ന ടൈമിൽ വൈറ്റും റെഡും കൂടിയും നിറച്ചും പൂവിട്ടിട്ടതിന് നിന്നിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ വൈറ്റ് നിറച്ചും പൂവ് ആയതിൻ്റെ ശേഷമാണ് റെഡ് വരുന്നത്. ഇത് നമ്മളെ കയാട്ടയാണ് കേട്ടോ. കയാട്ട ഇന്ത്യ പറയുന്ന വെറൈറ്റിയാണ്, ഹൈബ്രിഡിൽ തന്നെ പെട്ടതാണ്. നിറച്ചും പൂക്കളെ കാരണം എന്താ പറയുക, നല്ലൊരു എനിക്കിഷ്ടപ്പെട്ടൊരു കളറാണ്. പിങ്കും അല്ല പീച്ചും അല്ല, അങ്ങനത്തെ ഒരു കളറായിട്ട് വരുന്നതാണ് കേട്ടോ. ഇത് റിഫ്ലെക്സ് പർപ്പിൾ പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതും അടിപൊളിയായിട്ടുള്ള ഒരു കളർ തന്നെയാണ്. പർപ്പിൾ കളറിൽ വലിയ പൂക്കളല്ല, ചെറിയ പൂക്കളായിട്ട് വരുന്നതാണ്. ഇതും അതുപോലെ തന്നെ നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. അടുത്ത് വരുന്ന ഫൈറോപ്പൽ ഓറഞ്ച് ആണ്. ഫൈറോപ്പൽ പറഞ്ഞാൽ തീ ഇങ്ങനെ കത്തി നിൽക്കണ, ജ്വലിച്ച് നിൽക്കണ പോലെ എന്നൊക്കെ ആണ് പറയൽ. അങ്ങനത്തെ ഒരു കളറാണ്, അടിപൊളിയായിട്ടുള്ളൊരു ഓറഞ്ച് കളറാണ്. ഇത് മിസ് വേൾഡ് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ഒരു പിങ്കും വൈറ്റും കൂടി മിക്സായി വരുന്ന ഒരു ഫ്ലവറാണ്. ഇത് നമ്മളെ ബ്ലൂ ഐസാണ് കേട്ടോ. അടിപൊളി തന്നെയാണ് കാണാൻ. ബ്ലൂ വെച്ചാൽ ഒരു പർപ്പിളും വൈറ്റും കൂടിയും കയറി വരുന്നതാണ്. ഇത് ഹവായി പർപ്പിളാണ് കേട്ടോ. ഹവായി വൈറ്റിനെ പോലെ തന്നെ അത്യാവശ്യം വലിയ പെറ്റൽസ് ആയിട്ട് വരുന്ന പൂക്കളാണ്. ഇത് നമ്മളെ ചില്ലി റെഡാണ്. ഇത് ഞാൻ കമ്പ് കുത്തി പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത വീട്ടിൽ നിന്ന് തന്നെ ഒരു കട്ട് ചെയ്തപ്പോൾ അങ്ങനെ മഴ സീസണിൽ കമ്പ് കുത്തി ഉണ്ടാക്കിയാണ്. നല്ല ചുവപ്പ്, നല്ല അടിപൊളി റെഡ് കളറാണ്. ഇത് റൂബി റെഡാണ് കേട്ടോ. റൂബി റെഡും അടിപൊളി പൂക്കളാണ്. പിന്നെ ഏത് പൂവും നമ്മൾ വൈറ്റിൻ്റെ കൂടെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. വൈറ്റ് കളറിൽ വരുന്നത് എൻ്റെ അടുത്തൊരു 4-5 പ്ലാന്റ് ഉണ്ട്. അത് ഇതേപോലെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. യെല്ലോ അതേപോലെ ഓറഞ്ച് അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതതുപോലെ മൊണാലിസ യെല്ലോ ആണ്. യെല്ലോ കളക്ഷനിൽ എൻ്റെ ഫേവറേറ്റ് വണ്ണാണ് കേട്ടോ മൊണാലിസ യെല്ലോ. ഇതിൻ്റെ പെറ്റൽസ് ഒരു പ്രത്യേക ഷേപ്പിലാണ് വരുന്നത്. ഇതാണ് നമ്മളെ ചില്ലി യെല്ലോ കേട്ടോ. ചില്ലി യെല്ലോ അതുപോലെ തന്നെ നിറച്ചും പൂക്കളാവും. ഈ ഹൈബ്രിഡ് വെറൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കമ്പുകളൊന്നും വലിയ വണ്ണം ഉണ്ടാവില്ല, അങ്ങനെ കട്ടി കുറഞ്ഞ കമ്പുകളാവും, എന്നാലും നിറച്ച് പൂക്കൾ ആവും ചെയ്യും. നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ കമ്പ് കുത്തി അതിന്മേൽ കെട്ടി കൊടുത്തേക്കാണ് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് യെല്ലോയിൽ തന്നെ നോർമൽ നമ്മളെ നാടൻ വെറൈറ്റിയാണ് കേട്ടോ. എന്നാലും നല്ല ഭംഗി തന്നെയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. പക്ഷേ എന്താ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഫെയ്ഡാവുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരു വൈറ്റിഷ് കളർക്ക് ഒരു നരച്ച പോലെ അങ്ങനെ തോന്നിക്കലുണ്ട്. ഇത് നമ്മളെ വീര മജന്തയാണ്. നല്ല തിക്കായിട്ടാണ് കേട്ടോ അതിൻ്റെ പൂക്കൾ ഉണ്ടാവുക. നല്ല കുഞ്ഞു പൂക്കളായിട്ട് നല്ല തിക്കായിട്ട് നല്ല അടിപൊളിയാണ് കാണാൻ. ഇത് വീരയിൽ തന്നെ പീച്ച് കളറായിട്ട് വരുന്നതാണ്. വീര വെറൈറ്റിയിൽ എൻ്റെ അടുത്ത് 4 കളക്ഷൻസാണുള്ളത്. ഇത് ഹൈബ്രിഡ് ആണെങ്കിലും അങ്ങനെ ഹാങ്ങായി നിൽക്കണ
ഇതല്ല, ഇത് ഇങ്ങനെ സ്റ്റെമ്മായിട്ട് നല്ല കട്ടിയുള്ള സ്റ്റെമ്മാണ്, പെട്ടെന്ന് വളരുകയും ചെയ്യും. ഇത് വീര വെറൈറ്റിയിൽ തന്നെ യെല്ലോയിഷ് കളറായിട്ടാണ് വരുന്നത്. ഇത് വീര വൈറ്റ് ആണ് കേട്ടോ. ഇത് എൻ്റെ കയ്യിലുള്ള സൺറൈസ് വൈറ്റിൻ്റെ തന്നെ വേറൊരു പ്ലാന്റാണ് കേട്ടോ. ഇതും മൾട്ടി കളറായിട്ട് വരുന്നതാണ്. ഇതിൽ ഫയറോപ്പൽ ഓറഞ്ചാണ് വരുന്നത്. അത് ഇതിൽ ബ്ലൂമിങ് ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. ഇതും മറ്റേതുപോലെ തന്നെ വൈറ്റാണ് കേട്ടോ ആദ്യം ഉണ്ടായി വന്നത്. പിന്നെ വരുന്നത് നമ്മളെ കട്ടപ്പൂവിൽ വരുന്നതാണ് കേട്ടോ. കട്ട പൂവ് എന്ന് തന്നെ അതിന് പറയാമെന്ന് തോന്നുന്നു. കട്ടയിൽ മജന്ത കളറാണ്. ഇതിലും എൻ്റെ അടുത്ത് 2-3 കളറുണ്ട്. ഇത് മജന്ത. പിന്നെ അടുത്തത് വരുന്നത് ഇതിൻ്റെ വൈറ്റ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ വൈറ്റ്. ഇത് വൈറ്റ് ആണെങ്കിൽ കൂടി ഇതിലൊരു പിങ്കിഷ് കളർ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ബോർഡറിൽ കൂടിയൊക്കെ ഇങ്ങനെ ഒരു പിങ്ക് വരുന്നുണ്ട്. നല്ല ഭംഗി തന്നെയാണ് കാണാൻ. ബൊഗെയിൻവില്ല പൂക്കൾ പിന്നെ നമുക്ക് എന്താ പറയുക, ഒന്നിനൊന്ന് മെച്ചമാണല്ലേ. കാരണം എല്ലാ പൂക്കളും അടിപൊളിയാണ്. ഇത് കട്ടപ്പൂവിൽ തന്നെ ഒരു പീച്ച് കളറിൽ, അങ്ങനെ ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ അടുത്ത വരുന്ന ഇതാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണ്, ഐഡിയ എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. കാണാൻ നല്ല ഭംഗിയാണ്. ചെണ്ടുമല്ലിൻ്റെ ഒരു കളറാണ് വരുന്നത്. ഇത് നാടനിലാണ് എന്നാണ് എൻ്റെ ഒരു ഇത്. നാടൻ വെറൈറ്റിയിൽ തന്നെ പെട്ടതാണ് തോന്നുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതും ഇതുപോലെ തന്നെ വൈറ്റിൻ്റെ കൂടെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് നാടനിൽ പെട്ട തന്നെ പീച്ച് കളറാണ്. പീച്ച് നല്ല ഒരു വിരിഞ്ഞ് വരുമ്പോൾ ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളറാവും. പിന്നെ ഇതിങ്ങനെ ഫെയ്ഡാവുമ്പോൾ ഒരു പീച്ച് കളർക്ക് മാറുന്നതാണ്. ഇതാണ് കേട്ടോ. ഇത് ഫസ്റ്റ് ഇങ്ങനെ ഒരു ഓറഞ്ചിഷ് കളറിലാണ് വരുന്നത്. പിന്നെ അത് പീച്ചിലേക്ക് മാറുന്നതാണ്. ഇതും അതുപോലെ തന്നെ വൈറ്റിൻ്റെ കൂടെ വെക്കുമ്പോൾ പീച്ചും വൈറ്റും നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അത് നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നാടൻ വൈറ്റ് തന്നെ നാടനിൽ വരുന്നതാണ്. ഇത് ആപ്പിൾ വൈറ്റ് വരുന്ന വെറൈറ്റി ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു വൈറ്റാണ് എന്നാലും ഒരു ഗ്രീനിഷ് ആയിട്ട് അങ്ങനെ വരുന്ന ഒരു നല്ല ഭംഗിയാണ് കാണാൻ. ഇത് പിന്നെ നോർമൽ വെറൈറ്റിയിൽ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ടൈമിൽ കമ്പ് കുത്തി പിടിപ്പിച്ചതിൽ പെട്ടാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള ബൊഗെയിൻവില്ലാസ്. ഇനിയും എൻ്റെ അടുത്ത് ഇല്ലാത്ത വെറൈറ്റീസൊക്കെ കളക്ട് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.